നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പൈത്തോണിൽ അടങ്ങിയിട്ടുള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള ചില മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. സോ ആദ്യമായി നമ്മൾ പഠിക്കുന്നത് ഒരു കൂട്ടം വാല്യൂകളിൽ നിന്നും അതിൽ ഏറ്റവും ചെറിയ വാല്യൂ കണ്ടെത്തുന്നതിനുള്ള മിനിമം വാല്യൂ കണ്ടെത്തുന്നതിനുള്ള ഒരു ഫംഗ്ഷനാണ്. സോ ഞാൻ ആദ്യമായി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിലോട്ട് min എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനുള്ളിൽ നമ്മൾ ഒരുപാട് നമ്പേഴ്സ് കൊടുക്കുന്നു. 12, 4, 18, 90 ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സ് കൊടുക്കുന്നു. സോ നമുക്ക് ഇനി ഈ പ്രിൻറ്റ് എ എന്ന് പറയുന്ന വേരിയബിൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 വാല്യൂസിലെ ഏറ്റവും ഒരു ചെറിയ വാല്യൂ ആയിരിക്കും നമ്മൾ ഈ min എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുക. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിയുമ്പോൾ എനിക്കിവിടെ 4 എന്ന് പറയുന്ന സംഖ്യ കിട്ടുന്നു. കാരണം ഈ സംഖ്യകളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ സംഖ്യ 4 ആണ്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഫംഗ്ഷനാണ് മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. മാക്സ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ വാല്യൂ കാണുന്നതിനുള്ള ഫംഗ്ഷനാണ്. സോ ഇതിൽ ഏറ്റവും വലിയ വാല്യൂ 90 ആണ്. സോ നമുക്ക് ഇനി റൺ ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ 90 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടുന്നു. സോ നമുക്ക് ചെറിയ വാല്യൂ കാണുന്നതിന് min എന്ന് പറയുന്ന മീൻ എന്ന് പറയുന്ന ഫംഗ്ഷനും വലിയ വാല്യൂ കാണുന്നതിന് മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും ഉപയോഗിക്കാം. അതുപോലെ മറ്റൊരു ഫംഗ്ഷനാണ് POW എന്ന് പറയുന്നത്. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള എക്സ്പൊണൻഷിയേഷൻ കാണുന്നതിനാണ്. സോ ഉദാഹരണമായി ഞാനിവിടെ 2,3 എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച എക്സ്പൊണൻ്റ് ഓപ്പറേറ്റർ, അതായത് 2 = 3 എന്ന് എഴുതുന്നതിന് തുല്യമാണിത്. ഇതിനർത്ഥം 2നെ നമ്മൾ 3 തവണ ഗുണിക്കുന്നു എന്നതിന് തുല്യമാണ്. സോ അത് വളരെ ഈസിയായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഫംഗ്ഷനാണ് POW ഫംഗ്ഷൻ, 2⁻3. സോ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ 8 എന്ന് ലഭിക്കും. കാരണം 2നെ 3 തവണ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 എന്ന് ലഭിക്കും. ഉദാഹരണമായി ഞാനിവിടെ 10 കൊടുക്കുകയാണെങ്കിൽ എനിക്കിവിടെ 1000 എന്ന് പറയുന്ന ഒരു റിസൾട്ട് ലഭിക്കും. സോ 10 × 10 × 10 ആണ്, നമുക്ക് 1000 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കും. സോ ഇങ്ങനെ പവർ കാണുന്നതിന് നമുക്ക് POW എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഇനി നമുക്ക് പൈത്തോണിൽ ഒരു മാത്ത് എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ ഉണ്ട്. ഈ മോഡ്യൂളിൽ ഒരുപാട് ഫംഗ്ഷൻ അടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് അതിലടങ്ങിയിട്ടുള്ള ഒരുപാട് ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്ക് ആ മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. മോഡ്യൂൾ എന്ന് പറയുന്നത് ഒരു പൈത്തോൺ ഫയലാണ്. അതിലൊരുപാട് ഫംഗ്ഷൻസ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. അതിലെ ഫംഗ്ഷൻസ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു മോഡ്യൂൾ നമ്മുടെ പൈത്തോൺ ഫയലിൽ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ മാത്ത് എന്ന് പറയുന്നത് ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ്, പൈത്തോണിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ്. സോ നമുക്കത് ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉപയോഗിക്കാം. ഇമ്പോർട്ട് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച ശേഷം നമ്മുടെ മോഡ്യൂൾ നെയിമായ മാത്ത് എന്ന് കൊടുക്കുക. സോ ഇനി നമുക്ക് ഇതിലോരോ ഫങ്ഷൻസും നോക്കാം. സോ നമ്മൾ ആദ്യമായി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് math.py. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൈൻ്റെ വാല്യൂ 3.14. സോ നമ്മളൊരു മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മോഡ്യൂളിനുള്ളിലുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിന് നമുക്ക് ഈ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കേണ്ടതുണ്ട്. സോ നമ്മൾ മോഡ്യൂൾ നെയിം കൊടുത്ത ശേഷം ഡോട്ട് ഓപ്പറേറ്റർ കൊടുത്ത ശേഷം നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ എഴുതുക. സോ നമുക്ക് math.py എന്ന് പറയുന്നത് നമുക്ക് പൈൻ്റെ വാല്യൂ നമുക്ക് തരുന്നു. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എറർ വന്നിട്ടുണ്ട്. നമ്മളിവിടെ എ ആണ് കൊടുക്കേണ്ടത്. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ വേരിയബിൾ നെയിം എ ആയിരുന്നു. സോ നമ്മുടെ റിസൾട്ട് നമുക്കിവിടെ ലഭിച്ചു. 3.14 എന്ന് പറയുന്ന പൈൻ്റെ വാല്യൂ നമുക്ക് ലഭിച്ചു. അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ഫംഗ്ഷനാണ് ഒരു സ്ക്വയർ റൂട്ട് കാണുന്നതിനുള്ള ഫംഗ്ഷൻ. സോ നമ്മൾ .sqrt എന്ന് കൊടുക്കുക. സോ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണമായി ഞാൻ 9 കൊടുക്കുന്നു. 9 കൊടുത്തു കഴിഞ്ഞാൽ ഈ 9 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്താൽ നമുക്ക് 3 എന്ന് പറയുന്ന സ്ക്വയർ റൂട്ട് ലഭിക്കും. അതുപോലെ നമ്മൾ 100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 എന്ന് പറയുന്ന സംഖ്യ ലഭിക്കും. സോ ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണുന്നതിന് നമുക്ക് sqrt എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. സോ അതുപോലെ നമുക്ക് രണ്ട് സംഖ്യകളുടെ ഉസാക കാണുന്നതിന് നമുക്ക് ഈ gcd എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. സോ നമുക്കിവിടെ നമ്മളിവിടെ 8,12 എന്ന് കൊടുക്കാം. 8ൻ്റെയും 12ൻ്റെയും GCD അഥവാ ഉസാക എത്രയാണെന്ന് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 എന്ന് ലഭിക്കുന്നു. സോ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ, അതായത് GCD, ഉത്തമ സാധാരണ ഘടകം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നു, അഥവാ ഉസാക എന്ന് പറയുന്നു. സോ അത് കാണുന്നതിന് നമുക്ക് ഈ GCD എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം.